സൈഡിൽ കൂടെ ഒരു പോസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ഈ പോസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എത്രയോ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. വൈ ഗൈസ്, വൈ കാണ്ട് യു സബ്സ്ക്രൈബ്? ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ ഒരു തുടക്കം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ഒക്കെ എടുത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരുന്ന് വെറുതെ ഫേസ്ബുക്ക് കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ഇപ്പോഴത്തെ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാ ആപ്പിലെയും ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് ദിയ കൃഷ്ണയും പുള്ളിക്കാരിയുടെ ഡെലിവറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രൊഫസർ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അതാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം ആ പോസ്റ്റ് ഫുള്ള് വായിച്ച സമയത്ത് എനിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അതിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ആദ്യം ആ പോസ്റ്റ് ഓരോന്ന് വിധം വായിച്ചു നോക്കാം. ആൻഡ് ദ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ദീപ സേറ എന്ന് പറയുന്നൊരു പ്രൊഫസറാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. സോ ദി ഫസ്റ്റ് പാരഗ്രാഫ്. ഇത് പിന്നെ എങ്ങനെ വേണമെന്നാണ് കമൻറ്റ് ബോക്സിലെ ചിലർ പറയുന്നത്. ഇരുട്ടുള്ള ഒരു ലേബർ റൂമിൽ മണിക്കൂറുകൾ അവൾ തനിച്ചു കിടക്കണം. അപരിചിതരായ കുറേ നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മുഖങ്ങൾ കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കിടയിൽ വേദന കൊണ്ട് അലറി. പ്രിയപ്പെട്ട ആരുടെയും മുഖം കാണാതെ ഞാൻ മരിച്ചെങ്ങാനും പോകുമോ ദൈവമേ എന്ന് ആശങ്കപ്പെട്ട്, അങ്ങനെ വേണോ ഒരു കുഞ്ഞു ജീവന് ലോകത്തേക്ക് അതിൻ്റെ അമ്മ കൊണ്ടുവരാൻ? സത്യസന്ധമായൊരു ചോദ്യമല്ലേ? നിങ്ങളുടെ വിചാരം എന്താ ലേബർ റൂം എന്ന് പറഞ്ഞാൽ? ഞാനതാ പറയുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പെയിനാണ് ലേബർ പെയിൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ അവർക്ക് അറിയാത്ത കുറേ ആൾക്കാർ എന്ന് വെച്ചാൽ സിസ്റ്റർമാർ, ഡോക്ടർമാർ, ആൻഡ് ഈ സിസ്റ്റർമാരും ഡോക്ടർമാരും ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ തന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാണ്ട് ടെൻഷൻ അടിച്ച് ഒരു ഇരുട്ടുള്ള മുറിയിൽ കുറേ ലൈറ്റും വെളിച്ചും അതും ഇതൊക്കെയായി നിന്നിട്ടാണോ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടത്? അതിലും അവർക്ക് അറിയുന്ന, അവളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ ചുറ്റും നിന്ന് അവൾക്കൊരു സപ്പോർട്ട് കൊടുത്ത് അറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരു കുട്ടിക്ക് ഒരു ജന്മം നൽകുന്നത് എന്താ തെറ്റ്? ഞാൻ സത്യസന്ധമായി പറയാം, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോന് ഞാൻ കണ്ടു കുറേ പേര് എന്നെ ചീത്ത വിളിക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഞാൻ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് അതിൽ തെറ്റ് എന്നുള്ളതാണ്. എന്ത് രസകരമായ രീതിയിലാണ് ഈ പോസ്റ്റ് എഴുതിയിട്ടുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കിടക്കുമ്പം നമുക്ക് ലിഫ്റ്റ് കയറുന്ന സമയത്ത് ഒന്നൊരു കാളലുണ്ടാവില്ല, എങ്ങാനും ഇതായി പോവോ എന്നുള്ളത്. അതിലും ടെൻഷനാണ്, വേദന സഹിക്കണം. കുട്ടിയാണ്, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, ഒന്നും അറിയാത്ത ആൾക്കാർ. ഈ ഒരു ടെൻഷനൊക്കെ മനസ്സിലാക്കാൻ ഇന്നത്തെ സമൂഹത്തിന് ഇതുവരെ ആയിട്ടും പറ്റിയില്ലേലോ എന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും പണ്ടിതൊക്കെ ഉണ്ടായിരുന്നോ? പണ്ടത്തെ സിസ്റ്റത്തെ നിങ്ങൾ ഇപ്പം കമ്പയർ ചെയ്യണ്ട. ഇപ്പം ലോകം മാറി, കാലം മാറി, ഇന്ന് ചേഞ്ചസ് വന്നു. ഇന്ന് വെച്ച് പറ. ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ട്, പണ്ടത്തെ അമ്മമാർ കുട്ടികളെ കൊണ്ടുപോയി പ്രസവിക്കുന്നു, അപ്പുറത്ത് വരുന്നു, കൊത്തുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു. ഇന്നാണ് ഒരു പ്രസവരക്ഷ. അതന്ന്, ഇന്നത്തെ കാലം സംസാരിക്കുമ്പോൾ ഇന്നോട്ട് വരും. എനിക്ക് അസൂയ തോന്നി ദിയയോടും അശ്വിനോടും. ഒരു കുടുംബം മുഴുവൻ ചുറ്റും നിൽക്കുമ്പോൾ അവരുടെ കൈ പിടിച്ച് അവരുടെ ആശ്വസിപ്പിക്കൽ അനുഭവിച്ച് ഒടുവിൽ അവരുടെ എല്ലാം കയ്യടിയുടെ നടുവിലൂടെ കുടുംബത്തിലെ പുതിയ അംഗം വരുന്നു. എന്തൊരു ഭംഗിയാണിത്, സത്യം എന്തൊരു ഭംഗിയാണിത്. അവരാ സിസ്റ്റേഴ്സ്, അഹാന സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന 4 ആളും അച്ഛനും അമ്മയും എല്ലാവരുടെയും പ്രസൻസിൽ ഒരു ബേബിക്ക് ജന്മം കൊടുക്കുക. അവിടെ ദിയ കടന്നു പോയൊരു സിറ്റുവേഷൻ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ലൈവായി കാണുന്ന ഒരു ഹസ്ബൻഡിനും ഭാര്യനെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു കുട്ടിക്കും ഭാവിയിൽ സ്വന്തം അമ്മേനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ കുറച്ച് ആ രീതിയിലും കൂടെ ചിന്തിക്കാനുള്ളൊരു കഴിവ് വേണം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും കണ്ണ് നനഞ്ഞിട്ടുണ്ടാവും, സത്യം. ഒപ്പം വീഡിയോയ്ക്ക് നെഗറ്റീവും പറഞ്ഞ് നിന്നൊക്കെ ചുമ്മാ പോയി നെഗറ്റീവ് പറഞ്ഞു, നിനക്കൊക്കെ ചുമ്മാ പോയി പ്രസവിച്ചു വന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ചില കുലസ്ത്രീ പുരുഷന്മാരുമുണ്ട്. നല്ല വെടുപ്പായ അസൂയയാണ്, വേറൊന്നുമില്ല. ചെൽപ്പനകൾ
ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ ഞാൻ അസൂയ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം അത് വളരെ ചെറിയൊരു വാക്കാണ്. അത് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു ടീമല്ല ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ. ഇവരൊക്കെയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുക, തീരെ ഈ ജനറേഷനിലോട്ട് എത്താത്ത കാറ്റഗറി ഓഫ് ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മെൻ്റൽ ഗ്രോത്ത് ഇല്ലാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ആൻഡ് അടുത്ത പാരഗ്രാഫ് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്കൊരു ക്ലിപ്പിംഗ് കാണിക്കാനുണ്ട്. ആ ക്ലിപ്പിംഗ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. പിന്നെ അശ്വിൻ മേടിച്ച ഡെക്കറേഷൻസ് ഫോർ ദ റൂം വെൻ ദ ബേബി കംസ്. പിന്നെ എന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു, ബിക്കോസ് എന്റെ കുഞ്ഞ് എന്നെ ട്രെൻഡി ആയിട്ട് കണ്ടാൽ മതി, എന്നെ കുരു ഒന്നും വെച്ച മമ്മിയായിട്ട് കാണരുത്. വന്നിറങ്ങുമ്പോൾ തന്നെ ഓ എന്ത് ഭംഗിയുള്ള മമ്മി എന്ന് വിചാരിച്ചു വേണം അത് വരാൻ. അല്ല, കുരു ഉണ്ടെങ്കിൽ കൊള്ളില്ലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കുരു ഉണ്ടെങ്കിലും ഗ്ലാമറാണ്, ബട്ട് സ്റ്റിൽ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് അതിന് വേണ്ടിയിരിക്കുമ്പോൾ കൊച്ചിറങ്ങി വരുമ്പോൾ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പൊങ്കാലകൾ, ഡിസ്കഷൻ, ചർച്ചകൾ ഒക്കെ കണ്ടിരുന്നു. ഞാൻ ഈ ടോപ്പിക്കിൽ പ്രത്യേകിച്ചൊന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ, എനിക്കിതിലിപ്പോൾ ഇത്രമാത്രം കുറ്റമുള്ളതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്ത് കുറ്റമുള്ളത്? ഓരോരുത്തരുടെ മേക്കപ്പ് അവരുടെ ഇഷ്ടമാണ്. അത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടുന്ന് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇവിടെ ദിയ കൃഷ്ണ വളരെ ഫണ്ണിയായി, തമാശയായി, എന്താ പറയുക, എങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു വൈബിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. എൻ്റെ കുട്ടി കാണുമ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് എന്നെ കണ്ടോട്ടെ എന്നുള്ളത്. അതിന് ഇത്രമാത്രം കുറ്റം കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഒരു രസത്തിൽ പറയുന്ന ഒരു ഡയലോഗാണ്. എനിക്ക് തോന്നുന്നത് ഈ എൻജോയ്മെൻ്റ് ഒന്നും ലൈഫിൽ ഇല്ലാണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ സീരിയസ് ആയി തീർക്കുന്ന സോ കോൾഡ് അങ്കിൾമാരില്ലേ, അവർക്ക് ഇതിലൊന്നും രസം തോന്നില്ല. അവർക്ക് ഫുൾ ടൈം ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഇതൊന്നും പറയണ്ട. പക്ഷെ ഇതിനെ ചുറ്റിപ്പറ്റിയും അവരുടെ വീഡിയോൻ്റെ താഴെ ചില കമൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ക്ലിപ്പിംഗ് കാണിച്ചത്. ഓക്കെ, ഇനി അവൾ മേക്കപ്പ് ചെയ്തിരുന്നു എന്നതാണ് അടുത്ത പ്രശ്നം. പ്രശ്നങ്ങളാണ് അവിടെ. ഡെലിവറി, ആ ബേബി വന്നത്, അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനോ ബ്ലെസ് ചെയ്യാനോ ഒന്നും ടൈമില്ല. ഓരോരോ കുറ്റം. അടുത്ത കുറ്റം മേക്കപ്പാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സേഫായ കോസ്മെറ്റിക് ഗർഭിണിയായ അമ്മയ്ക്ക് ഉപയോഗിക്കാം എന്നിരിക്കെ ഇത് എങ്ങനെ വേണമെന്നാണ് കമൻറ്റ് തൊഴിലാളികളായ നിങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം ഇതായിരിക്കും എന്നാണ് പറയുന്നത്. അഴിഞ്ഞുലഞ്ഞ മുടി, വിളറി വെളുത്ത മുഖം, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, ഇതാണോ പ്രസവമുറിയിലെ സ്ഥിരം കാഴ്ച? ഒരുങ്ങി സുന്ദരിയായ അമ്മ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആർക്കാണ് നഷ്ടം? ആർക്കാണോ നഷ്ടം? ഇതൊക്കെ എന്ത് പറയാനാ? ഹൈഷ്, ഇതിലൊക്കെ എന്ത് പറയാനാണ് ഞാൻ ആലോചിക്കുന്നത്? എന്ത് പറയാനാ? ഓരോരുത്തരുടെ ഇത് അവരുടെ ഇഷ്ടമാണ്, അവരെങ്ങനെ നടക്കണം, എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത്. ഇതൊക്കെ ഒരു കുറ്റമായി കണ്ടുപിടിക്കുക. എന്താ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പ്രസവിച്ചൂടെ? മേക്കപ്പ് ചെയ്തിട്ട് പ്രസവിച്ചൂടെ? എന്താ ഇപ്പോൾ പ്രശ്നോ? അതാ പറയുന്നത്, ഈ കമൻറ്റ് തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാണ്ട് വരുമ്പം ഓരോന്നിലും ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനാവൂ. അടുത്ത പ്രശ്നം, ബാക്കിയുള്ളവരും പ്രസവിക്കുന്നുണ്ടല്ലോ എന്നാണ്. ബാക്കിയുള്ളവർ പ്രസവിക്കുന്നുണ്ടാവും. ദിയയ്ക്ക് ഇത് അവളുടെ ഫസ്റ്റ് പ്രസവം. ഇപ്പം എൻ്റെ അമ്മ 2 പ്രസവിച്ചു, ഒന്ന് ഞാനും എൻ്റെ ഏട്ടനും. എന്നിരുത്തി ഞാൻ പ്രസവിക്കുമ്പോൾ എൻ്റെ അമ്മ പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അത് എഴുതി വിടുന്നത് മുഴുവൻ ചേട്ടന്മാരാ. അവർ വീട്ടിൽ ചെന്ന് ഭാര്യയോട് ആ ലേബർ റൂമിലെ ഭീകരതയെക്കുറിച്ച് വെറുതെ ഒന്ന് ചോദിക്കും. അവർ അവരുടെ ഭർത്താവും ഉറ്റവരുടെ അടുത്തും വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ വല്ലാതെ പ്രസവിച്ചുകൊണ്ട് തന്നെയായി ഇപ്പോഴും പിള്ളേരെ വളർത്തുന്ന ഉത്തരവാദിത്തം പലപ്പോഴും അവളുടെ തലയിൽ മാത്രമായി കെട്ടിവെച്ച് പെട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഈ കമൻ്റ് എടുത്ത ചേട്ടന്മാരുടെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് വീട്ടിൽ ചെന്നിട്ടോ ഭാര്യമാരോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ധാരണ കിട്ടും. ദിയയ്ക്കും ഉണ്ടായ ആൺകുഞ്ഞിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിൽ, സംരക്ഷണത്തിൽ വളരേണ്ടതാണ്. ഇന്നൊരു ഉത്ബോധം ആ പ്രസവമുറിയിൽ നിന്ന്. പിന്നെ കുറേ ദിയയ്ക്കും ദിയൻ്റെ കുട്ടിക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരച്ഛൻ മകളുടെ കൈ പിടിച്ച് ധൈര്യമായി ഇരിക്കുക എന്ന് പ്രസവ സമയത്ത് പറയാനുണ്ടാവുക എന്നതൊക്കെ വല്ലാത്ത ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് വളരെ കുഞ്ഞു പോസ്റ്റാണ്. ഞാൻ സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള, എൻ്റെ മനസ്സിൽ കൂടെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു പ്രൊഫസർ വന്ന് എഴുതിയ സമയത്ത് ഐ എം വെരി മച്ച് ഹാപ്പി. ആൻഡ്
ഭയങ്കര വെടുപ്പിൽ കൊടുക്കേണ്ട കമൻറ്റോളികൾക്ക് കൊടുക്കേണ്ട ഭാഗത്ത് തന്നെ കൊടുക്കേണ്ട രീതിക്ക് കൊടുക്കേണ്ട കോട്ട അങ്ങ് കൊടുത്തിട്ടുമുണ്ട്. അതാണ് ഞാൻ പറയാനുള്ളത്. വളരും മക്കളെ, വളരും. ഇപ്പോഴും പഴയ തലമുറയിൽ നിന്ന് പഴയ ആശയങ്ങൾ കൈപിടിച്ച് നിൽക്കല്ലേ. ഇനി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോ, നിങ്ങൾ നിന്നോളൂ, നിങ്ങൾ ജീവിച്ചോളൂ. മറ്റൊരാളും നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കണം എന്ന് പറയാനുള്ള അവകാശം ആർക്കില്ല? നിങ്ങൾക്കില്ല. ഓക്കെ.